ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് ഇയർ 3D ആണ്. ഇത് 3D എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും കമ്പൈൻ ചെയ്തിട്ടുള്ളതാണിത്. ഫസ്റ്റ് ഇയറിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സെക്കൻഡ് ഇയർ 3D എന്നാണ് കൂടുതൽ ചോദിക്കാറ്. പക്ഷെ ഫസ്റ്റ് ഇയർ 3Dയിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്, അത് അറിഞ്ഞിരിക്കണം. ക്ലിയർ? അപ്പൊ 3D എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. അത് കീമിനാണെന്നുണ്ടെങ്കിലും ഏത് കോമ്പറ്റീവ് എക്സാമിനാണെന്നുണ്ടെങ്കിലും 3D വെരി 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 ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ജെയ്ക്കൊക്കെ 3D ചോദിക്കുന്ന ചോദ്യങ്ങൾ മാത്സ് ഇഷ്ടപ്പെടാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിലും 3D പഠിക്കും, ബിക്കോസ് ഇറ്റ് ഈസ് സ്കോറിങ്. ഇപ്പോ പ്ലസ് 1 നമ്മൾ സെറ്റ് ഒക്കെ പഠിക്കൂലേ, അതേപോലെയാണ് ജെയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ എന്ത് പഠിക്കുക, 3D പഠിക്കുക. കാരണം അതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ഒരു ബിലോ ആവറേജ് കുട്ടികൾക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും. കൺസെപ്റ്റ് മനസ്സിലായ? ദെൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ, രണ്ട് പോയിന്റ് തന്നിട്ടുണ്ട്. 1 - 1 5 എന്ന് പറഞ്ഞ പോയിന്റ് തന്നിട്ടുണ്ട്. 2 3 4 എന്ന് പറഞ്ഞ പോയിന്റ് തന്നിട്ടുണ്ട്. ഈ രണ്ട് പോയിന്റുകൾ ജോയിൻ ചെയ്യുന്ന ലൈനിനെ എക്സ് സെറ്റ് പ്ലെയിന് λ:1 എന്ന് പറഞ്ഞ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യാണ് എങ്കിൽ ലാംഡന്റെ വാല്യൂ എന്താണെന്നാണ് ചോദ്യം. നോക്കിയാ ഏതൊക്കെയാ പോയിന്റ്? 1 - 1 5, പിന്നെ ഏതാ 2 3 4. ഈ രണ്ട് പോയിന്റുകൾ ജോയിൻ ചെയ്യുന്ന ലൈനിനെ ആരാണ് ഡിവൈഡ് ചെയ്യുന്നത്? എക്സ് സെറ്റ് പ്ലെയിൻ ആണ് ഡിവൈഡ് ചെയ്യുന്നത് ഇൻ ദ റേഷ്യോ λ:1. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലാംഡന്റെ വാല്യൂ ആണ് കാണേണ്ടത്. നോക്കിയാ എക്സ് സെറ്റ് പ്ലെയിൻ ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് അഥവാ ഇത് എക്സ് സെറ്റ് പ്ലെയിനുള്ള ഒരു പോയിന്റ് കാരണം ആക്ച്വലി ഈ പോയിന്റ് ആണ് ഈ രണ്ട് പോയിന്റുകളെ λ:1 എന്ന് പറഞ്ഞ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്നത്. ഈ പോയിന്റ് എവിടെയാണുള്ളത്? എക്സ് സെറ്റ് പ്ലെയിനിലുള്ളത് അല്ലേ? ഇപ്പൊ ഒരു ലൈന് ഇപ്പൊ ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. ഈ രണ്ട് പോയിന്റുകൾ ജോയിൻ ചെയ്യുന്ന ലൈനിനെ ഈ പ്ലെയിൻ ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പോയിന്റ് ഉണ്ടാവും. ഈ പോയിന്റ് ആണ് ആക്ച്വലി ഈ രണ്ട് പോയിന്റുകളെയും ഡിവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഈ പോയിന്റ് എക്സ് സെറ്റ് പ്ലെയിനിലാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം പറയാൻ പറ്റും, അതിന്റെ y കോർഡിനേറ്റ് എന്താകും? 0 ആകും. അപ്പോ ലാംഡ കാണാൻ വളരെ സിമ്പിളാ. ഇതിന്റെ സെക്ഷൻ ഫോർമുല വെച്ചിട്ട് ഇവിടുത്തെ y കോർഡിനേറ്റ് ഇക്വേറ്റ് ചെയ്താൽ മതി. ഇവിടുത്തെ y കോർഡിനേറ്റ് 0 ആണ്. 0 വിൽ ബി ഈക്വൽ ടു, നമ്മൾ സെക്ഷൻ ഫോർമുല വെക്കുകയാണെങ്കിൽ λ × 3 3 λ പ്ലസ് 1 × -1 ഡിവൈഡഡ് ബൈ λ പ്ലസ് 1 അല്ലേ? Then ഇത് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്നിട്ട് 0 ഈക്വൽ ടു 3 λ - 1 λ ഈക്വൽ ടു എന്താ കിട്ടുക? 1/3. λ 1/3 ആണെന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ? റേഷ്യോ എന്താണ്? 1:3 എന്ന് പറഞ്ഞ റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പൊ ലാംഡന്റെ വാല്യൂ ഇവിടെ എന്താണ് വരുന്നത്? 1/3. ഓപ്ഷൻ ഡി. ഈ ക്വസ്റ്റ്യൻ നിങ്ങളെ ബോർഡ് എക്സാമിന് അഥവാ +1 ബോർഡ് എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ എല്ലാവരും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കണ്ട് ശീലിച്ചിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കീവ് പോലത്തെ എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് രണ്ട് പോയിന്റ് എന്താണ്? ഏതൊക്കെ? -1 2 5 1 - 1 1. ഒരു പോയിന്റ് ഇതാണ് കൂട്ടുക, ഒരു പോയിന്റ് ഇതാണ് കൂട്ടുക. ഈ രണ്ട് പോയിന്റിന്നും കോർഡിനേറ്റ് ആക്സിസിന് പാരലായിട്ട് ഞാൻ പ്ലെയിനുകൾ വരച്ചു. അഥവാ ഒരു പ്ലെയിൻ ഇങ്ങനെ, ഒരു പ്ലെയിൻ ഇങ്ങനെ, പിന്നെ ഒരു പ്ലെയിൻ ഇങ്ങനെയും വരച്ചു. ഇതേപോലെ ഇവിടുന്നും വരച്ചു. അപ്പോ ഈ രണ്ട് പ്ലെയിനും കൂട്ടിമുട്ടുമ്പോ നമുക്കൊരു പെട്ടി കിട്ടും. ആ പെട്ടിന്റെ ഡയഗണൽ എന്താണെന്നാണ് ചോദ്യം. നോക്കിയാൽ ഞാൻ ഇവിടെ ഒരു പോയിന്റ് എടുത്തു, ഇവിടെ ഒരു പോയിന്റ് എടുത്തു. ഇവിടുന്ന് ഇങ്ങനെ ഒരു പ്ലെയിനും ഇങ്ങനെ ഒരു പ്ലെയിനും ഇങ്ങനെ ഒരു പ്ലെയിനും വരച്ചു. ഇവിടുന്ന് ഇങ്ങനെയും വരച്ചു. അപ്പോ ഈ രണ്ട് പോയിന്റുകൾ എന്ന് പറഞ്ഞാൽ അതിന്റെ ഡയഗണലി ഓപ്പോസിറ്റ് പോയിന്റ് ആയിരിക്കും. ക്ലിയർ? അപ്പോ ഈ പെട്ടിയുടെ ഡയഗണൽ എന്താ വരിക? ഈ പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എങ്ങനെ കാണും? ഡിസ്റ്റൻസ് ഫോർമുല √(x2 - x1)2² 2² പ്ലസ് -1 - 2 -3 അതിന്റെ സ്ക്വയർ 9 പ്ലസ് 4 സ്ക്വയർ. ഇതിന്റെ റൂട്ട് എടുക്കുക. ഇവിടെ എത്രയും 4 പ്ലസ് 16 പ്ലസ് 9ന്റെ റൂട്ട് 29. എത്ര വരിക? √29 വരുന്നത് -1 2 5 1 -1 ആണ് ഇവിടെ. സോറി. അപ്പൊ ഇവിടെ എത്ര വരും? ഇവിടെ 6 2² എന്ന് പറഞ്ഞാൽ 36 എന്ന് പറയുമ്പോൾ ഇവിടെ എത്രയാണ്? ഇവിടെ 4 പ്ലസ് 9 പിന്നെ 36. അപ്പൊ √49 അല്ലെ? √49 എന്ന് പറഞ്ഞാൽ 7. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കീമിന് വരുമ്പോ നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. രണ്ട് പോയിന്റ് കോർഡിനേറ്റ് ആക്സിസിന് പാരലായിട്ട് പ്ലെയിനുകൾ വരച്ചു പറഞ്ഞ് തുടങ്ങുന്ന സകല പ്രോബ്ലം ആ പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടാൽ മതി. പിന്നെ ബാക്കി നിങ്ങൾ വായിച്ചു നോക്കേണ്ട ആവശ്യം തന്നെയില്ല. കാരണം ഇങ്ങനത്തെ കുറെ കോമ്പറ്റീവ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഓപ്ഷൻ എന്താ വരിക? ഓപ്ഷൻ ഡി. തേർഡ് ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഡയറക്ഷൻ കൊസൈൻസ് ഓഫ് എക്സ് ആക്സിസ്. എക്സ് ആക്സിന്റെ ഡയറക്ഷൻ കൊസൈൻസ് എന്താ വരിക? 1 0 0. ഓപ്ഷൻ ബി.
വൈ ആക്സിന്റെ ഡയറക്ഷൻ കൊസൈൻ ആണെന്നുണ്ടെങ്കിൽ 0 1 0 ആൻഡ് സെഡ് ആക്സിന്റെ ഡയറക്ഷൻ കൊസൈൻ ആണെങ്കിൽ 0 0 1. ആൻഡ് ഫോർത്ത് ക്വസ്റ്റിനും ഇതേപോലെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഒരു ലൈന് തന്നിട്ടുണ്ട് x ഈക്വൽ ടു x1 y ഈക്വൽ ടു y1. ഇതിന്റെ മീനിങ് എന്താ അറിയോ? ഈ ലൈന് മേ എക്സ് കോർഡിനേറ്റ് എപ്പോഴും കോൺസ്റ്റന്റ് ആണ്, വൈ കോർഡിനേറ്റ് എപ്പോഴും കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞത്. എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് വരിക എന്ന് പറഞ്ഞാൽ അവിടെ z മാത്രമേ വേരി ചെയ്യുന്നുള്ളൂ. z മാത്രം വേരി ആണെന്നുണ്ടെങ്കിൽ ആ ലൈന് z ആക്സിന് പാരലൽ. y മാത്രം വേരി ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ലൈൻ y ആക്സിന് പാരലൽ. x മാത്രം വേരി ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ലൈൻ x ആക്സിന് പാരലൽ. അപ്പൊ ഇതിലേതാ വരിക? ഇവിടെ z മാത്രം വേരി ചെയ്യുന്നുള്ളൂ. അപ്പൊ ദാറ്റ് ലൈൻ വിൽ ബി പാരലൽ ടു z ആക്സിസ്. ഓപ്ഷൻ സി. അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഇല്ല. എന്താണ്? ദ നമ്പർ 3 4 5 ക്യാൻ ബി ദ ഡയറക്ഷൻ കൊസൈൻസ് ഓഫ് എ ലൈൻ ഇൻ എ സ്പേസ്. നോക്കിയാ, ഡയറക്ഷൻ കൊസൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് കോസ് ആൽഫ, കോസ് ബീറ്റ, കോസ് ഗാമ. ഇതിനാണ് ഡയറക്ഷൻ കൊസൈൻ എന്ന് വിളിക്കുക, അല്ലേ? അപ്പോ ഇത് ഡയറക്ഷൻ കൊസൈൻ ഒരിക്കലും ആവില്ല. കാരണം കോസ് ആൽഫ 3 വരില്ല, കോസ് ബീറ്റ 4 വരില്ല, കോസ് ഗാമ 5 വരില്ല. കാരണം കോസ് ആൽഫിന്റെ മാക്സിമം വാല്യൂ 1 വരുള്ളൂ, അല്ലേ? അപ്പോ ഡയറക്ഷൻ കൊസൈൻസ് ആവാനുള്ള ഒരു യോഗ്യത ഈ നമ്പറുകൾക്ക് ഇല്ല. ദെൻ ഡയറക്ഷൻ നമ്പർ ആവുമോ? എന്താ ഈ ഡയറക്ഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഒരു വെക്ടർ എടുത്തു. ലെറ്റ് ദ വെക്ടർ ബി I + 2j + 2k. ഇതിന്റെ ഡയറക്ഷൻ നമ്പർ 1 2 2 ആണ്. അതായിക്കൂടെ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതാവണ ഒരു കുഴപ്പമില്ല. കാരണം 3 4 5 ഡയറക്ഷൻ നമ്പർ ആവാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ആ വെക്ടർ എന്തായാൽ മതി? 3i + 4j + 5k. നോക്കിയാ, ഒരു ലൈനിന്റെ പാരലൈനിലെ വെക്ടർ ഇത് വന്നൂടെ? അതിന് കുഴപ്പമുള്ള കാര്യമില്ല. അപ്പോ എന്താണ് ഇതിൽ ശരിയായിട്ടുള്ള ഓപ്ഷൻ ബി ആണ്. സിക്സ്ത് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞ? ആൽഫ ബീറ്റ ഗാമ ആർ ദ ആംഗിൾസ് വിച്ച് എ ഹാഫ് റേ മേക്ക് ഓൺ ദ പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് ആക്സിസ്. ദെൻ സൈൻ സ്ക്വയർ ആൽഫ പ്ലസ് സൈൻ സ്ക്വയർ ബീറ്റ പ്ലസ് സൈൻ സ്ക്വയർ ഗാമ എന്താ വരിക എന്നാണ് ചോദ്യം. ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് 3Dയില്, +2 പഠിച്ചിട്ടുണ്ട്. ഇഫ് ആൽഫ ബീറ്റ ഗാമ, സപ്പോസ് ഒരു വെക്ടർ ഉണ്ട്, അത് x ആക്സിലേറ്റ് ഉണ്ടാക്കുന്ന ആംഗിൾ ആൽഫ, y ആക്സിലേറ്റ് ഉണ്ടാക്കുന്ന ആംഗിൾ ബീറ്റ, z ആക്സിലേറ്റ് ഉണ്ടാക്കുന്ന ആംഗിൾ ഗാമ. ദെൻ കോസ് സ്ക്വയർ ആൽഫ പ്ലസ് കോസ് സ്ക്വയർ ബീറ്റ പ്ലസ് കോസ് സ്ക്വയർ ഗാമ എന്താ വരിക? 1 ആണ് വരിക. സിമിലർലി സൈൻ സ്ക്വയർ ആൽഫ പ്ലസ് സൈൻ സ്ക്വയർ ബീറ്റ പ്ലസ് സൈൻ സ്ക്വയർ ഗാമ എന്താ വരിക? 2 ആണ് വരിക. അപ്പൊ ഇതിന്റെ ഉത്തരം എന്താണ്? 2. ഇത് സ്റ്റാൻഡേർഡ് റിസൾട്ട് ആയിട്ട് പഠിച്ചാൽ മതി. കോസ് സ്ക്വയർ ആൽഫ പ്ലസ് കോസ് സ്ക്വയർ ബീറ്റ പ്ലസ് കോസ് സ്ക്വയർ ഗാമ ഈക്വൽ ടു 1. അതിന്റെ ഡെറിവേഷൻ നിങ്ങൾ ബോർഡ് എക്സാമിൽ പഠിച്ചിട്ടുണ്ടാകും. ഇതിനെ L M N എന്നാണ് ഡിനോട്ട് ചെയ്യുക. അതായത് L² + M² + N² വിൽ ബി ആൾവേസ് ഈക്വൽ ടു 1 എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. അതിന്റെ കൂടെ തന്നെ നമ്മൾ പഠിക്കുന്നതാണ്. ഇത് 1 ആണെന്നുണ്ടെങ്കിൽ ഇത് ആക്ച്വലി എന്താ വരിക? 2. കാരണം നോക്കിയാ, ഇത് രണ്ടും കൂട്ടിയാൽ എത്ര വരണം? 1 വരണം. ഇത് രണ്ടും കൂട്ടിയാലും 1 വരണം. ഇത് രണ്ടും കൂട്ടിയാലും 1 വരണം. അപ്പൊ LHS മൊത്തം കൂട്ടിയാൽ എത്ര വരണം? 3 വരുന്നുണ്ട്. അപ്പൊ RHS കൂട്ടിയാലും 3 കിട്ടണ്ടേ? അപ്പൊ ഇവിടെ 1 വന്നിട്ടുള്ളൂ. അപ്പൊ ഇവിടെ 2 വന്നെങ്കിൽ ഇത് ബാലൻസ് ആവുള്ളൂ, LHSഉം RHSഉം. അപ്പൊ ഓപ്ഷൻ ബി. 7ാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്? ഒരു ലൈൻ ഉണ്ട്. ആ ലൈൻ സെഗ്മെന്റിന്റെ ലെങ്ത് ആണ് നമുക്ക് കാണേണ്ടത്. എന്ത് പറഞ്ഞിട്ടുണ്ട്? ആ ലൈൻ സെഗ്മെന്റിന്റെ പ്രൊജക്ഷൻ ഓൺ x ആക്സിസ് √2 ആണ്, ഓൺ y ആക്സിസ് 3 √2 ആണ്, z ആക്സിസുമുള്ള പ്രൊജക്ഷൻ 4 ആണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്താണ് ഈ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ? നോക്കിയാ, സപ്പോസ് ആ ലൈൻ സെഗ്മെന്റിന്റെ ലെങ്ത് L ആണെന്ന് കൂട്ടാം. ദെൻ സപ്പോസ് ആ ലൈൻ സെഗ്മെന്റ് x ആക്സിനേറ്റ് ഉണ്ടാക്കുന്ന ആംഗിൾ ആൽഫ, y ആക്സിനേറ്റ് ബീറ്റ, z ആക്സിനേറ്റ് ഗാമ. Then projection on x axis എന്ന് പറഞ്ഞാൽ എന്താ വരിക? L cos alpha. Projection on y axis എന്ന് പറഞ്ഞാലോ L cos beta. Projection on z axis എന്ന് പറഞ്ഞാലോ L cos gamma. ഇതാണ് തന്നിട്ടുള്ളത് √2, 3 √2 and 4. നമുക്ക് കാണേണ്ടത് Lന്റെ വാല്യൂ. എങ്ങനെ കാണുക? വളരെ സിമ്പിൾ ആണ്. ഇതിനെ സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്യാം. ഇതിനെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? L² cos സ്ക്വയർ ആൽഫ പ്ലസ് ഇതിനെ സ്ക്വയർ ചെയ്താ L² cos സ്ക്വയർ ബീറ്റ പ്ലസ് L² cos സ്ക്വയർ ഗാമ. എന്താ വരിക? ഇതിനെ സ്ക്വയർ ചെയ്താല് 2, ഇതിനെ സ്ക്വയർ ചെയ്താൽ എത്ര? 9 × 2 18. ഇതിനെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരിക? 16 അല്ലേ?
ഇതിന്ന് എൽ സ്ക്വയർ ഉണ്ട് പുറത്തെടുത്ത് കഴിഞ്ഞാൽ എന്തുവരും? എൽ സ്ക്വയർ പുറത്തെടുത്ത് കഴിഞ്ഞാൽ കോസ് സ്ക്വയർ ആൽഫ പ്ലസ് കോസ് സ്ക്വയർ ബീറ്റ പ്ലസ് കോസ് സ്ക്വയർ ഗാമ ഈക്വൽ ടു 20 36. ഇതിന്റെ വാല്യൂ എന്താണ്? 1 ആണ്. അപ്പൊ എൽ സ്ക്വയർ ഇസ് ഈക്വൽ ടു 36. എൽ ഇസ് ഈക്വൽ ടു എത്ര വരിക? 6. അപ്പൊ ലെങ്ത് എത്ര കിട്ടുക? ലെങ്ത് 6. ഓപ്ഷൻ ബി. എട്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്? 2 ലൈൻ വന്നിട്ടുണ്ട്. ഈ ലൈൻസ് എങ്ങനത്തെ ലൈൻ ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. വളരെ സിമ്പിൾ ആണ്. ഈ ലൈനിന് പാരലൽ വെക്ടർ എന്താ വരിക? B1 വെക്ടർ എന്താ വരിക? I പ്ലസ് ജെ പ്ലസ് 0k. ഈ ലൈനിന് പാരലൽ വെക്ടർ എന്താ വരിക? ലെറ്റ് ഇറ്റ് ബി B2 വെക്ടർ എന്താ വരിക? 0i പ്ലസ് 0j പ്ലസ് k അല്ലേ? ഒരു ലൈനിന് പാരലൽ വെക്ടർ അടിയത്തെ ആൾക്കാരെ നോക്കിയിട്ടാണ് നമ്മൾ എഴുതാം. നോക്കിയാ ഇവിടെ B1 വെക്ടർ ഡോട്ട് B2 വെക്ടർ എന്താ വരുന്നത്? ഇതിന്റെ ഡോട്ട് പ്രൊഡക്റ്റ് 1 × 0 0 1 × 0 0 പ്ലസ് 0 × 1 0. B1 ഡോട്ട് B2 എന്താണ് വരുന്നത്? 0 ആണ് വരുന്നത്. അപ്പോ ഡോട്ട് പ്രൊഡക്റ്റ് 0 വരികയാണെന്നുണ്ടെങ്കിൽ ഈ ലൈനുകൾ എങ്ങനത്തെ ലൈൻ ആകും? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ ഡോട്ട് പ്രൊഡക്റ്റ് ഈസ് 0 then the lines will be perpendicular. അപ്പോ ഈ ലൈൻ എന്താണ് വരിക? പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈനാണ് വരിക. അപ്പൊ ഇതിൽ ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ സി, സോറി ഡി. ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? നമുക്കൊരു പോയിന്റ് തന്നിട്ടുണ്ട്, എ എന്ന് പറഞ്ഞിട്ട് ഒരു പോയിന്റ് തന്നിട്ടുണ്ട്. അതിന്റെ പൊസിഷൻ വെക്ടർ A2 ആണ്. ഈ പോയിന്റിന്ന് ഒരു ലൈൻ ഉണ്ട്. ആ ലൈനിക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അഥവാ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് കണ്ടെത്താൻ പറഞ്ഞത് അല്ലേ? നോക്കിയ ലൈനിന്റെ വെക്ടർ ഇക്വേഷൻ തന്നിട്ടുണ്ട്. R1 വെക്ടർ ഈക്വൽ ടു A1 വെക്ടർ പ്ലസ് T ഇൻറ്റു B1 വെക്ടർ. എങ്ങനെ കാണുക? ഒരു പോയിന്റ് ഒരു ലൈനിക്കുള്ള ദൂരം എങ്ങനെ കാണുക? വളരെ സിമ്പിൾ ആണ്. ഞാൻ എന്ത് ചെയ്തു? ഈ പോയിന്റ് കൂടി ഈ ലൈനിന് പാരലായിട്ട് ഒരു ലൈൻ വരച്ചു. പാരലായിട്ട് ലൈൻ വരക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ലൈനിന്റെ വെക്ടറിക്കേഷൻ എന്ത് വരിക? R വെക്ടർ ഇസ് ഈക്വൽ ടു, ഒരു ലൈനിന്റെ വെക്ടറിക്കേഷൻ എഴുതണമെന്നുണ്ടെങ്കിൽ ആ ലൈനുമുള്ള ഒരു പോയിന്റും ആ ലൈനിന് പാരലായിട്ടുള്ള വെക്ടർ കിട്ടണം. ഈ ലൈനിന്റെ പാരലായിട്ടുള്ള വെക്ടർ എന്ന് പറഞ്ഞാൽ B1 വെക്ടർ ആകും. കാരണം ഈ ലൈനിന് പാരലൽ ആണ്. അപ്പൊ ഇതിന് പാരലായിട്ടുള്ള വെക്ടർ ഏതാണോ അതന്നെയാണ് ഇതിനും പാരലായിട്ട് വരിക. ദെൻ അതോടൊപ്പം ഈ ലൈനുമുള്ള ഒരു ഏതെങ്കിലും ഒരു പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ അറിയണം. ഇതാ ഈ ലൈനുമ്മ നമുക്കൊരു പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ തന്നിട്ടുണ്ട്, അഥവാ A2 വെക്ടർ. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഈ ലൈനിന്റെ ഇക്വേഷൻ എന്താ വരിക? A2 വെക്ടർ പ്ലസ് ലാംഡ ഇൻറ്റു B1 വെക്ടർ ആണ് വരിക. ഇനി ഈ 2 ലൈനുകൾക്കിടയിലുള്ള ദൂരം കണ്ടാൽ മതിയില്ലേ? നമ്മൾ 2 പാരലൽ ലൈനുകൾക്കിടയിലുള്ള ദൂരം കാണാനുള്ള ഫോർമുല പഠിച്ചിട്ടുണ്ട്. എന്താണ്? D ഈക്വൽസ് എന്താണ്? B ക്രോസ് A2 മൈനസ് A1 ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് B, ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് അല്ലേ? അപ്പോ ഇതിൽ ഏതാണ് വരിക? B എന്നുള്ളത് ഇവിടെ B1 വെക്ടർ ആണ്. അപ്പോ ഇതിൽ ഏതാണ് ഓപ്ഷൻ വരിക? A2 മൈനസ് A1 ക്രോസ് B1 ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് B1. ഓപ്ഷൻ ഏതാണ്? ബി. 10, 11, 12 ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അഥവാ അങ്ങനത്തെ ക്വസ്റ്റ്യങ്ങൾ ബോർഡ് എക്സാമിന് പഠിച്ചൊരു കുട്ടിക്ക് കുറെ ക്വസ്റ്റ്യൻ അങ്ങനത്തെ കണ്ടുശീലിച്ചിട്ടുണ്ടാവും. 10ാമത്തെ ക്വസ്റ്റ്യൻ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കാണാനുള്ള ക്വസ്റ്റ്യൻ ആണ്. അത് ബോർഡ് എക്സാമിന് സ്ഥിരമായിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ദെൻ 11ാമത്തെ ക്വസ്റ്റ്യൻ 2 പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ലൈനിന്റെ ഇക്വേഷൻ കാണാനുള്ളതും 12ാമത്തെ ക്വസ്റ്റ്യൻ 2 ലൈനുകൾക്കിടയിലുള്ള ആംഗിൾ കാണാനുള്ളതുമാണ്. ഈ 3 ടോപ്പിക്കും ബോർഡ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ വെരി ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ അത് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ഇൻ കേസ് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. 13ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ ബോർഡ് എക്സാമിന് പ്രിപ്പയർ ചെയ്ത കുട്ടികൾക്ക് മാത്രം, മീൻസ് ബോർഡ് എക്സാമിന് നിങ്ങൾക്ക് കണ്ടു ശീലിച്ചിട്ടുണ്ടാവില്ല. ദെൻ 13ാമത്തെ ക്വസ്റ്റ്യൻ എന്താന്ന് പറഞ്ഞുതരാം. നമുക്ക് 2 വെക്ടർ എന്നുണ്ട്. എ എന്ന് പറഞ്ഞ വെക്ടർ എന്നുണ്ട് 7i മൈനസ് 4j മൈനസ് 4k ആണ്. 4i എന്നാണ് അവിടെ കൊടുത്തുള്ളത്, 4k ആണ്. ബി എന്ന് പറഞ്ഞിട്ടൊരു വെക്ടർ എന്നുണ്ട് മൈനസ് 2i മൈനസ് j പ്ലസ് 2k ആണ്. അവിടെ ലാസ്റ്റ് 2i എന്നാണ് കൊടുത്തിട്ടുള്ളത്, അത് തെറ്റാ. ഈ 2 വെക്ടറിന്റെയും എന്ത് കാണണം? ഈ 2 വെക്ടർ ഉണ്ട്. ഇതിന്റെ ആംഗിൾ ബൈസെക്ടറിന്റെ ഡയറക്ഷനിൽ ഒരു വെക്ടറിന്റെ ഡയറക്ഷൻ കൊസൈൻസ് ആണ് കാണേണ്ടത് അല്ലേ? അതായത് ഫസ്റ്റ് ഓഫ് ഓൾ ഈ 2 വെക്ടറിന്റെയും ആംഗിൾ ബൈസെക്ടറിന്റെ ഡയറക്ഷനിൽ ഒരു വെക്ടർ കണ്ടെത്തണം. എന്നിട്ട് അതിന്റെ ഡയറക്ഷൻ കൊസൈൻസ് കണ്ടെത്തിയാൽ മതി. എങ്ങനെ അറിയാം ആംഗിൾ ബൈസെക്ടറിന്റെ ഡയറക്ഷൻ എങ്ങനെ കാണുന്നറിയോ? 2 വെക്ടർ തന്നിട്ട് അതിന്റെ ആംഗിൾ ബൈസെക്ടറിന്റെ ഡയറക്ഷൻ കാണാൻ വളരെ സിമ്പിൾ ആണ്. ഈ എന്ന് പറഞ്ഞ വെക്ടറിന് യൂണിറ്റ് വെക്ടർ ആക്കുക,
ബി എന്ന് പറഞ്ഞ വെക്ടറിനും യൂണിറ്റ് വെക്ടർ ആക്കുക, എന്നിട്ട് അത് രണ്ടുകൊണ്ട് കൂട്ടിയാൽ മതി. എ ക്യാപ്പ് പ്ലസ് ബി ക്യാപ്പ് എന്ന് പറഞ്ഞ വെക്ടറിന്റെ ഡയറക്ഷൻ എങ്ങനെ വരിക? ഈ രണ്ട് വെക്ടറിന്റെയും ആംഗിൾ ബൈസെക്ടറിന്റെ ഡയറക്ഷനാണ് വരിക. അപ്പൊ എ ക്യാപ്പ് ഇവിടെ എന്താ വരിക? 7i മൈനസ് 4j മൈനസ് 4k ഡിവൈഡഡ് ബൈ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എത്ര വരിക? മാഗ്നിറ്റ്യൂഡ് റൂട്ട് ഓഫ് 16 16 49 അല്ലെ? 16 പ്ലസ് 16 പ്ലസ് 49 എത്ര? 32 49 11 വൺ ബാലൻസ് ഇവിടെ എത്ര? 7 8 81ന്റെ റൂട്ട് 9 അല്ലേ? ഇതിന്റെതോ ഇതിന്റെ യൂണിറ്റ് വെക്ടർ എന്താ വരിക? മൈനസ് 2i മൈനസ് j പ്ലസ് 2k ഡിവൈഡഡ് ബൈ 3 അല്ലേ? ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് 3 ആണ്. അപ്പൊ എ ക്യാപ്പ് പ്ലസ് ബി ക്യാപ്പ് എന്ന് പറഞ്ഞ വെക്ടർ എങ്ങനെ വരുന്നുണ്ടാവുക? എ ക്യാപ്പ് പ്ലസ് ബി ക്യാപ്പ് എന്ന് പറഞ്ഞാൽ മൈനസ് 2y മൈനസ് j പ്ലസ് 2k ഡിവൈഡഡ് ബൈ 3 പ്ലസ് എന്താണ്? 7i മൈനസ് 4j മൈനസ് 4k ഡിവൈഡഡ് ബൈ 9 അല്ലേ? ഇനി ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. നോക്കിയാ ഇതിനെങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം? ഞാൻ ഇവിടെ ഡിനോമിനേറ്റർ 9 ആക്കാൻ വേണ്ടിട്ട് 3 ഗുണിച്ചു. മൈനസ് 6i മൈനസ് 3j പ്ലസ് 6k ദെൻ ഇവിടെ എന്താ ഉള്ളത്? പ്ലസ് 7i മൈനസ് 4j മൈനസ് 4k ഹോൾ ഡിവൈഡഡ് ബൈ 9 മൈനസ് 6i പ്ലസ് 7i i മൈനസ് 3 മൈനസ് 4 മൈനസ് 7j 6 മൈനസ് 4 പ്ലസ് 2k ഡിവൈഡഡ് ബൈ 9 അല്ലേ? ഇനി ഇതിന്റെ എന്ത് കാണണം? ഡയറക്ഷൻ കൊസൈൻസ് അല്ലേ കാണണ്ട്? ഒരു വെക്ടറിന്റെ ഡയറക്ഷൻ കൊസൈൻസ് എങ്ങനെ കാണുക? എക്സ് ബൈ മോഡാർ ദെൻ വൈ ബൈ മോഡാർ സെഡ് ബൈ മോഡാർ. ഇവിടെ എന്താ വരിക? ഡയറക്ഷൻ കൊസൈൻസ് കോസ് ആൽഫ എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് ആദ്യം കാണട്ടെ. കോസ് ആൽഫ എന്ന് പറഞ്ഞാല് ഇവിടെ വരിക 1/9 ഡിവൈഡഡ് ബൈ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് അല്ലേ? മോഡാർ. ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്താ വരിക? 1/9 പുറത്തെടുക്കുക. റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് 7 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ എത്ര? റൂട്ട് 54 ഡിവൈഡഡ് ബൈ 9. 54 ഡിവൈഡഡ് ബൈ 9 ആണ് എന്ത് വരുന്നത്? ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് വരുന്നത്. 54 എങ്ങനെ എടുത്താ? 54 റൂട്ട് എന്താ വരിക? പോയിട്ട് വന്നിട്ടും 54 27 ഇൻറ്റു 2 എഴുതാം. ഇവിടെ 9 ഇൻറ്റു 3 ഇൻറ്റു 2 എഴുതാം അല്ലെ? ശരിയല്ലേ? അപ്പൊ ഇതിന്റെ റൂട്ട് 3 റൂട്ട് 6 ആണ് മാഗ്നിറ്റ്യൂഡ് വരുന്നത്. ക്ലിയർ? അപ്പോ ഇവിടെ എന്ത് വരും? 3 റൂട്ട് 6 ആണ് മാഗ്നിറ്റ്യൂഡ്. അപ്പോ ഡയറക്ഷൻ കൊസൈൻസ് കോസ് ആൽഫ എന്ന് പറഞ്ഞാല് 1/9 ഇൻറ്റു 3 റൂട്ട് 6. അപ്പൊ 1 എത്ര? 27 റൂട്ട് 6. ദെൻ കോസ് ബീറ്റ എന്താ വരിക? മൈനസ് 7/9 ഇൻറ്റു 3 റൂട്ട് 6 എത്ര? മൈനസ് 7/27 റൂട്ട് 6. ആൻഡ് കോസ് ഗാമ എന്താ വരിക? 2/9 ഇൻറ്റു 3 റൂട്ട് 6 അഥവാ 2/27 റൂട്ട് 6. അപ്പോ എന്താണ് കിട്ടിയത്? ദെൻ ഇതില് അങ്ങനത്തെ ഓപ്ഷൻ ഇല്ല. അപ്പൊ ഓപ്ഷൻ ഏതാ വരിക? നൺ ഓഫ് ദിസ് ആണ് വരിക. ഇതാണ് കറക്റ്റ് ഓപ്ഷൻ. കറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ലോക്കസ് ഓഫ് ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ എക്സ് വൈ ആൻഡ് സെഡ് ഈസ് എ. എന്താ ഈ ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ? എക്സിന്റെ പവർ 1 ആവണം, വൈന്റെ പവർ 1 ആവണം, സെഡിന്റെ പവർ 1 ആവണം. അപ്പൊ ഇൻ ജനറൽ ഇക്ക് എങ്ങനെ എടുത്താ? എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി സെഡ് പ്ലസ് ഡി എന്ന് പറഞ്ഞൊരു കോൺസ്റ്റന്റ് ആക്കി ആയിക്കോട്ടെ. നോക്കിയാ ഇതിപ്പോ എക്സിലും വൈയിലും സെഡിലും ഉള്ള ഒരു ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ ആണ്. ഇത് എന്തിനാണ് സൂചിപ്പിക്കുന്നത്? ഇതൊരു പ്ലെയിൻ ഇക്വേഷൻ ആണ് അല്ലേ? അപ്പോ ഇതിലെന്താണ് ഓപ്ഷൻ എന്താ വരിക? ഓപ്ഷൻ ബി. ദെൻ 15ാമത്തെ ക്വസ്റ്റ്യൻ എന്താ നോക്കാം. 15ാമത്തെ ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ദ ഡയറക്ഷൻ കൊസൈൻസ് ഓഫ് എ നോർമൽ ടു ദ പ്ലെയിൻ. ഒരു പ്ലെയിന്റെ ഇക്വേഷൻ തന്നിട്ട് 2x മൈനസ് 3y മൈനസ് 6z പ്ലസ് 14 ഈക്വൽ ടു 0. ഇതിന്റെ നോർമലിന്റെ ഡയറക്ഷൻ കൊസൈൻ എന്താണ്? നോർമൽ വെക്ടർ കിട്ടിയ പിന്നെ അതിന്റെ ഡയറക്ഷൻ കൊസൈൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് കാണാം. നോക്കി അതിന്റെ നോർമൽ വെക്ടർ എന്താ വരിക? ഒരു പ്ലെയിന്റെ നോർമൽ വെക്ടർ എങ്ങനെ കാണാം? എക്സിന്റെ ഒപ്പം നിൽക്കുന്ന ആളെടുത്ത് എഴുതുക, വൈന്റെ ഒപ്പം നിൽക്കുന്ന ആളെടുത്ത് എഴുതുക, സെഡിന്റെ ഒപ്പം നിൽക്കുന്ന ആളെടുത്ത് എഴുതുക. ഇതിന്റെ ഡയറക്ഷൻ കൊസൈൻസ് നിങ്ങൾക്ക് കണ്ടൂടെ? കോസ് ആൽഫ എക്സ് ബൈ മോഡാർ, കോസ് ബീറ്റ വൈ ബൈ മോഡാർ, കോസ് ഗാമ സെഡ് ബൈ മോഡാർ. എക്സ് എന്ന് പറഞ്ഞാൽ 2, വൈ എന്ന് പറഞ്ഞാൽ -3, സെഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്?
-6 അല്ലേ? അപ്പൊ എന്താ വരിക? 2 ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എത്ര വരിക? 36, 40, 49ന്റെ റൂട്ട് 7. അപ്പൊ 2/7 -3/7 and -6/7. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഏതാ വരിക? 2/7 -3/7 -6/7. ഓപ്ഷൻ ബി. 16ാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്? 16ാമത്തെ ക്വസ്റ്റ്യൻ രസകരമായിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്, ബട്ട് വെരി സിമ്പിൾ ആണ്. നമുക്കൊരു പ്ലെയിൻ ഉണ്ട്. ഈ പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു വെക്ടർ തന്നിട്ടുണ്ട്. എന്താണ് വെക്ടർ? എന്താ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടർ? 3i - 4j + 7k. ഈ പ്ലെയിനുമുള്ള പോയിന്റ് തന്നിട്ടുണ്ട് 2, 3, -1. ഈ പ്ലെയിനിന്റെ ഇക്വേഷൻ മാത്രം തന്നിട്ടില്ല. അപ്പൊ ഈ പ്ലെയിനിൽ നിന്ന് ഒറിജിൻക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് കണ്ടെത്തേണ്ടത്. ക്ലിയർ? അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് കാണണം? ഈ പ്ലെയിനിന്റെ ഇക്വേഷൻ കാണണം. എങ്ങനെ പ്ലെയിനിന്റെ ഇക്വേഷൻ കാണാൻ? നോർമൽ വെക്ടറും പോയിന്റും കിട്ടിയാൽ മതി. രണ്ടും ഉണ്ട്, നോർമൽ വെക്ടറും ഉണ്ട്, പോയിന്റും ഉണ്ട്. പ്ലെയിനിന്റെ ഇക്വേഷൻ എങ്ങനെ കാണാം? a × x - x1 + b × y - y1 + c × z - z1 = 0. a ന്റെ വാല്യൂ 3, b ന്റെ വാല്യൂ -4, c ന്റെ വാല്യൂ 7. അപ്പൊ എന്താ വരിക? 3 × x - 2 - 4 × y - 3 + 7 × z - -1 = 0 അല്ലേ? ശരിയല്ലേ? 3x - 2 - 4 × y - 3 + 7 × z - -1 = 0. മൈനസ് ഇവിടെ പ്ലസ് ആയി. അപ്പോ ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക? 3x - 4y + 7z -6 + 12 + 7 = 0. ഇവിടെ എന്നാ കിട്ടി? 3x - 4y + 7z. ഇവിടെ 6 6 7 13 + 13 = 0. അപ്പൊ പ്ലെയിനിന്റെ ഇക്വേഷൻ കിട്ടി. ഇനി ഒറിജിൻ ഈ പ്ലെയിനിക്കുള്ള ദൂരം എങ്ങനെ കാണുക? നമുക്കറിയാം, ഒരു പോയിന്റ് നിന്ന് ഒരു പ്ലെയിനിക്കുള്ള ദൂരം എങ്ങനെ കാണുക? ax1 + by1 + cz1 + d /√a² + b² + c². ഇതാണ് ഒരു പ്ലെയിനിന്ന് ഒരു പോയിന്റ് നിന്ന് ഒരു പ്ലെയിനിക്ക് ഉള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കാണാനുള്ള ഫോർമുല. ഇവിടെ തന്ന പോയിന്റ് ഒറിജിൻ ആണ്. അപ്പൊ ഒറിജിൻ നേരെ ഈ പ്ലെയിനിന്റെ ഇക്വേഷനിൽ കൊടുത്തു. x ഉള്ളടത്ത് 0, y ഉള്ളടത്ത് 0, z ഉള്ളടത്ത് 0. 13 /√3² + 4² + 7². എത്ര? 16 25. ഇവിടെ എത്ര വരിക? 16 25 49. ഇവിടെ 14 1 ബാലൻസ്. ഇവിടെ 6 1 7 അല്ലേ? √74. ശരിയല്ലേ? 49 25 കറക്റ്റ്. 25 49 14 1 ബാലൻസ് 7 കറക്റ്റ്. 13 /√74. ഇതാണ് അതിന്റെ ഉത്തരം വരിക. അപ്പൊ ഏതാണ്? ഓപ്ഷൻ സി. 17ാമത്തത് കീമ് പോലത്തെ എക്സാമിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. നമുക്ക് 2 പോയിന്റ് തന്നിട്ടുണ്ട്. ഈ 2 പോയിന്റിന്റെ ഒത്ത നടുക്ക് കൂടി കുത്തനെ ഞാനൊരു പ്ലെയിൻ ഉണ്ട് വരച്ചു. ഈ പ്ലെയിനിന്റെ ഇക്വേഷൻ ആണ് കാണാൻ പറഞ്ഞത്. അതായത് ഇതിനെ പെർപെൻഡിക്കുലർ ആയിട്ട് ബൈസെക്ട് ചെയ്യുന്ന പ്ലെയിനിന്റെ ഇക്വേഷൻ. നമുക്ക് ഒരു പ്ലെയിനിന്റെ ഇക്വേഷൻ കാണുന്നുണ്ടെങ്കിൽ 2 സംഗതികൾ പറഞ്ഞാൽ മതി. ആ പ്ലെയിനുമുള്ള പോയിന്റും പെർപെൻഡിക്കുലർ വെക്ടറും. പോയിന്റ് വളരെ പെട്ടെന്ന് തന്നെ കിട്ടും. നോക്കിയാ ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് മിഡ് പോയിന്റ് ആയിരിക്കും അല്ലേ? 6 + 2/2 4. മിഡ് പോയിന്റ് ഫോർമുല വെക്കുകയാണെന്നുണ്ടെങ്കിൽ 3 + 7/2 5, 8 + 4/2 6. അപ്പൊ പോയിന്റ് കിട്ടും. ഇനി എന്തും കൂടി കിട്ടണം? പെർപെൻഡിക്കുലർ വെക്ടറും കൂടി കിട്ടണം. ഈ പ്ലെയിൻ ഈ ലൈനിന് പെർപെൻഡിക്കുലർ അല്ലേ? അപ്പോ ഈ 2 പോയിന്റുകൾ ജോയിൻ ചെയ്യുന്ന വെക്ടർ എന്ന് പറഞ്ഞാൽ ഈ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടർ ആണ് അല്ലേ? നോക്കിയാ ഈ 2 പോയിന്റുകൾ ജോയിൻ ചെയ്യുന്ന വെക്ടർ കാണാം, അല്ലെങ്കിൽ ഈ 2 പോയിന്റുകൾ ജോയിൻ ചെയ്യുന്ന വെക്ടർ കാണാം, അല്ലെങ്കിൽ ഇതും കാണാം. ഒക്കെ എന്താണ്? ഈ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടർ ആവും. ഞാൻ ഇത് കണ്ടു. എന്താ വരിക? 6 - 4. 2 പോയിന്റുകൾ ജോയിൻ ചെയ്യുന്ന വെക്ടർ നമ്മൾ കാണാൻ പഠിച്ചിട്ടുണ്ട്. x2 - x19 + y2 - y1j + z2 - z1k. അപ്പൊ 6 - 2 2y + 2j + 2k. ഇതാണ് വെക്ടർ വരിക. ക്ലിയർ? ഇനി നമുക്ക് എന്താ കാണേണ്ട? പ്ലെയിനിന്റെ ഇക്വേഷൻ അല്ലേ കാണണ്ടേ? പോയിന്റും കിട്ടി, പെർപെൻഡിക്കുലർ വെക്ടറും കിട്ടി. പ്ലെയിനിന്റെ ഇക്വേഷൻ a × x - x1 + b × y - y1 + c × z - z1 = 0. a b c ഒക്കെ 2 ആണ്. 2 × x - 4 + 2 × y - 5 + 2 × z - 6 = 0.
then simplify that 2x plus 2y plus 2z minus 8 minus 10 minus 12 equal to 0. 2x plus 2y plus 2z ഇവിടെ എത്ര വരിക 20 30 ഈക്വൽ ടു 30 അല്ലേ. അതായത് എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഈക്വൽ ടു 50. ക്ലിയർ? അപ്പോ ഏതാണ് ഉത്തരം വരിക? ഓപ്ഷൻ ബി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ കാണണ്ടേ? നമുക്കൊരു ലൈനിന്റെ ഇക്വേഷൻ കാണണം. ആ ലൈൻ എന്ന് പറഞ്ഞത് ഈ പ്ലെയിന് പെർപെൻഡിക്കുലർ ആണ്. ഈ ലൈനുമുള്ള ഒരു പോയിന്റ് തന്നിട്ടുണ്ട് 1 1 1. നമുക്കറിയാം ഒരു ലൈനിന്റെ ഇക്വേഷൻ കാണണമെന്നുണ്ടെങ്കിൽ ലൈനിന്റെ പാരലൽ ആയിട്ടുള്ള വെക്ടറും ലൈനുമുള്ള ഒരു പോയിന്റും കിട്ടിയാൽ മതി. പോയിന്റ് ആൾറെഡി കിട്ടി 1 1 1. ഇനി എന്ത് കാണണം? ലൈനിന്റെ പാരലൽ ആയിട്ടുള്ള വെക്ടർ കാണണം. ഈ ലൈൻ ഈ പ്ലെയിന് പെർപെൻഡിക്കുലർ ആണ് തന്നിട്ടുണ്ട്. പക്ഷെ ഈ പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു വെക്ടർ നമുക്ക് കിട്ടൂലേ? ഏതാണ്? ഈ പ്ലെയിന്റെ ഇക്വേഷൻ കിട്ടിയാൽ നമുക്കറിയാം ഈ പ്ലെയിനിന്റെ നോർമൽ വെക്ടർ നമുക്ക് ഇവിടെ ഈസി ആയി കിട്ടും. 2y plus 3j minus k. 2y plus 3j minus k. ഇപ്പൊ നോർമൽ വെക്ടർ കിട്ടി. നോക്കിയാ ഇതും പ്ലെയിന് പെർപെൻഡിക്കുലർ ആണ്. ഈ ലൈനും ഈ പ്ലെയിന് പെർപെൻഡിക്കുലർ ആണ്. അതിനർത്ഥം ഈ വെക്ടറും ഈ ലൈനും എന്താണ്? പാരലൽ ആണ്. അപ്പൊ ലൈനിന്റെ ഇക്വേഷൻ നമുക്ക് ഈസി ആയിട്ട് കാണാം. x minus x1 by a, x minus 1 by 2 equal to y minus 1 by 3 equal to z minus 1 by minus 1. ഇതാണ് എന്ത് വരിക? ലൈനിന്റെ ഇക്വേഷൻ വരിക. അപ്പൊ ഏതാണ് ഓപ്ഷൻ? ഏതാ? x minus 1 by 2, y minus 1 by 3, z minus 1 by minus 1. ഓപ്ഷൻ ബി. ദെൻ 19ാമത്തെ ഒരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. 19ാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയണ അറിയോ? 4 പോയിന്റുകൾ തന്നിട്ടുണ്ട്. x x x 0 minus 1 2 minus 3 minus 4 minus 5 minus 6 minus 7 minus 8. ഈ പോയിന്റുകൾ കോപ്ലാനാർ ആവാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഈ എക്സിന് എന്ത് വാല്യൂ കൊടുക്കണം എന്നാണ് പറഞ്ഞത്. അതെങ്ങനെ കാണുന്നറിയോ? ഈ 3 പോയിന്റുകൾ കിട്ടിക്കഴിഞ്ഞാൽ ഈ 3 പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന പ്ലെയിൻ നമുക്ക് കണ്ടെത്താൻ പറ്റും. ദെൻ അപ്പോ ഈ പോയിന്റ് ഈ 3 പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന പ്ലെയിനിൽ ഇല്ലാതിരുന്നാ മതി. അപ്പൊ എന്താവില്ല? കോപ്ലാനാർ ആവില്ല. നോക്കിയാ അപ്പൊ ഈ 3 പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന പ്ലെയിനിന്റെ ഇക്വേഷൻ എങ്ങനെ കാണുക? ലിസൺ, ഈ 3 പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന പ്ലെയിനിന്റെ ഇക്വേഷൻ കാണാം. നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്ലെയിനിന്റെ ഇക്വേഷൻ കാണാൻ 3 പോയിന്റ് ഫോം ഓഫ് എ പ്ലെയിൻ പഠിച്ചിട്ടുണ്ട്. 3 പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന പ്ലെയിനിന്റെ ഇക്വേഷൻ പെട്ടെന്ന് തന്നെ കാണാം. എങ്ങനെ? x minus x1, y minus y1, z minus z1, x2 minus x1, y2 minus y1, z2 minus z1, then x3 minus x1, y2 minus y1, z3 minus y3 minus y1 and z3 minus z1. ഇതിന്റെ ഡിറ്റർമിനന്റ് 0 ടിക്കറ്റ് ചെയ്താൽ മതി. ഇതാണ് 3 പോയിന്റ് ഫോം എന്ന് വിളിക്കുക. അഥവാ 3 പോയിന്റിലൂടെ x1 y1 z1 എന്ന് പറഞ്ഞ 3 പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന പ്ലെയിനിന്റെ ഇക്വേഷൻ പെട്ടെന്ന് തന്നെ കാണാനുള്ള ഇക്വേഷൻ ആണത്. എന്താണ്? ഡിറ്റർമിനന്റ് ഓഫ് x minus x1, y minus y1, z minus z1 and this one equal to 0. നോക്കിയാ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരിക? ഡിറ്റർമിനന്റ് ഓഫ് x മൈനസ് ഇത് x1 y1 z1, x2 y2 z2, x3 y3 z3. ഇത് സോൾവ് ചെയ്ത x മൈനസ് x1 0, y മൈനസ് y1 y plus 1, z മൈനസ് z1 z മൈനസ് 2, then x2 minus x1 minus 3, y2 minus y1 again minus 3, then പിന്നെന്താ? z2 minus z1 എത്രയാണ്? minus 7 അല്ലേ? ശരിയല്ലേ? കറക്റ്റ്. Then x3 minus x1 minus 6, y3 minus y1 എത്ര വരിക? again minus 6, then z3 minus z1 minus 10. ണെന്നുണ്ടെങ്കിൽ ഈ റോന്നും മൈനസിനെ പുറത്തെടുക്കുക. അപ്പൊ 2 മൈനസ് 1 പ്ലസ് ആയി. ഇതിങ്ങനെ പോയി ഇതിങ്ങനെ പോയി ഈക്വൽ ടു 0. ഇനി ഈ ഡിറ്റർമിനന്റ് സോൾവ് ചെയ്ത് നോക്കുക. x മൈനസ് 0 പറഞ്ഞാൽ x തന്നെ. x ഇൻറ്റു എങ്ങനെ ഡിറ്റർമിനന്റ് സോൾവ് ചെയ്യാം? പ്ലസ് മൈനസ് പ്ലസ് x ഇൻറ്റു ഈ കോളും ഈ റോയും പോയി ബാക്കിയുള്ളത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 30 മൈനസ് 36 42 30 മൈനസ് 42 മൈനസ് y പ്ലസ് 1 ടൈംസ് ഈ കോളും ഈ റോയും പോയി ബാക്കിയുള്ളത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 30 മൈനസ് 42 അല്ലേ? ശരിയല്ലേ? 30 മൈനസ് 42 എത്ര? again 30 മൈനസ് 42 പ്ലസ് z മൈനസ് 2 ഇൻറ്റു ഈ കോളും ഈ റോയും പോയി
എത്ര 18 മൈനസ് 18 0 ഈക്വൽ ടു 0. ഇത് 0 ആയി. ഇവിടെ എത്ര മൈനസ് 12 ടൈംസ് എക്സ്, ദെൻ മൈനസ് 12 ടൈംസ്, ഇവിടെ ഒരു മൈനസും കൂടി ഉണ്ട്, അപ്പൊ പ്ലസ് 12 ടൈംസ് വൈ പ്ലസ് 1 ഈക്വൽ ടു 0. 12 വെട്ടിപ്പോയി, മൈനസ് എക്സ് പ്ലസ് വൈ പ്ലസ് 1 ഈക്വൽ ടു 0 അല്ലേ? അഥവാ എക്സ് മൈനസ് വൈ മൈനസ് 1 ഈക്വൽ ടു 0. ഇതല്ലേ കിട്ടിയത്? ഇതാണ് ഇപ്പൊ ഈ 3 പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന പ്ലെയിന്റെ ഇക്വേഷൻ ഇതാണ്. ഇനി ഈ പോയിന്റ് ഈ പ്ലെയിനിൽ വരാൻ പാടില്ല. അപ്പോഴേ ഈ 4 പോയിന്റും കോപ്ലാനാർ അല്ലാതിരിക്കുള്ളൂ. അപ്പൊ ഈ പോയിന്റ് ഈ പ്ലെയിന്റെ ഇക്വേഷനിൽ ഫീഡ് ചെയ്താൽ എക്സും വൈയും സെഡിനും എന്തെടുക്കുക, എക്സ് കൊടുക്കുക. അപ്പൊ എന്തൊരു എക്സ് മൈനസ് 1 ഈക്വൽ ടു 0. ഇത് രണ്ടും ഓൾറെഡി കട്ട് ചെയ്ത് പോയി, മൈനസ് 1 ഈക്വൽ ടു 0 എന്നാണ് കിട്ടുന്നത്. ചുരുക്കം പറഞ്ഞാൽ ഈ പോയിന്റ് ഈ പ്ലെയിനിൽ ഒരു കാരണവശാലും ഉണ്ടാവില്ല. ഇത് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഈ പോയിന്റ് ഈ പ്ലെയിന്റെ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. നോക്കിയാ ഇത് ഒരിക്കലും സാറ്റിസ്ഫൈ ചെയ്യണില്ല. അപ്പോ എന്താണ്, എക്സിന് എന്ത് റിയൽ നമ്പറുകളും കൊടുക്കാം. അപ്പോ എക്സിന് എന്ത് റിയൽ നമ്പറുകളും കൊടുക്കാന്നാണ് ഉത്തരം വരുന്നത്. അപ്പോ ഇവിടെ പറഞ്ഞ വാല്യൂസ് ഒന്നുമല്ല, നൺ ഓഫ് ദീസ് ആണ് ഉത്തരം വരിക, ഓപ്ഷൻ ഡി. 20ഉം 25ഉം ഈ 2 ക്വസ്റ്റ്യൻ നമുക്ക് സൂം ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. ഒരു ലൈനുമുള്ള ജനറൽ പോയിന്റ് എങ്ങനെ എടുക്കാന്നും ഒരു ലൈനിന്റെയും പ്ലെയിനിന്റെയും പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ എങ്ങനെ കാണാന്നുള്ളതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. അത് നമുക്ക് ലൈവ് ആയിട്ട് എടുക്കാം. അപ്പോ അത് ജെഇ പോലത്തെ എക്സാമിനാണ് അത് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളത്. ആ കൺസെപ്റ്റ് അറിഞ്ഞെങ്കിലേ ജെഇന്റെ ക്വസ്റ്റ്യനുകളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സൂം ക്ലാസ്സിൽ എടുക്കാം. 20ഉം 25ഉം. 21ാമത്തെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. 21ാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്, നമുക്കൊരു ലൈന് തന്നിട്ടുണ്ട്, ഒരു പ്ലെയിനും തന്നിട്ടുണ്ട്. എന്താ ഈ ലൈനിന്റെ പ്ലെയിനിന്റെ പ്രത്യേകത എന്താ? ഈ ലൈൻ ഈ പ്ലെയിനിലാണുള്ളത്, അഥവാ ഈ ലൈൻ ഉൾക്കൊള്ളുന്ന പ്ലെയിനിന്റെ ഇക്വേഷൻ ആണിത്. എങ്കിൽ ഇതിൽ ഏത് കണ്ടീഷനാണ് ശരി എന്നാണ് ചോദ്യം. നോക്കിയാ ഒരു പ്ലെയിന്, ഈ പ്ലെയിനിലാണ് കംപ്ലീറ്റ്ലി ഒരു ലൈൻ സ്ഥിതി ചെയ്യുന്നത്. ഈ ലൈൻ കംപ്ലീറ്റ്ലി ഈ പ്ലെയിനിലാണുള്ളത്. അതിന്റെ അർത്ഥം എന്താ, ഈ പ്ലെയിനിന്റെ നോർമൽ വെക്ടറും ഈ ലൈനിന്റെ പാരലൽ വെക്ടറും തമ്മിൽ പെർപെൻഡിക്കുലർ ആവില്ലേ? അതായത് ഇതിപ്പോ ഒരു പ്ലെയിൻ ആണ് കൂട്ടിക്കോ, ഈ പ്ലെയിനിലാണ് നമ്മളെ ലൈൻ ഉള്ളത്. ഈ പെൻ ഇപ്പൊ എന്താണ്, ലൈനാണ്. നോക്കിയാ അപ്പോ ഈ ലൈൻ കംപ്ലീറ്റ്ലി ഈ പ്ലെയിനിലാണെന്നുണ്ടെങ്കിൽ ഈ ലൈനിന്റെ പാരലൽ വെക്ടർ ഇതാണ് വെക്ടർ. ഇതെന്തിന് പെർപെൻഡിക്കുലർ ആവും? ഈ പ്ലെയിനിന്റെ നോർമൽ വെക്ടറിന് പെർപെൻഡിക്കുലർ ആവും. അപ്പൊ ഒരു ലൈൻ കംപ്ലീറ്റ്ലി ഒരു പ്ലെയിനിലാണെന്നുണ്ടെങ്കിൽ ആ ലൈനിന്റെയും പ്ലെയിനിന്റെയും വെക്ടറുകൾ പെർപെൻഡിക്കുലർ ആവും. ഈ ലൈനിന്റെ വെക്ടർ എന്താ, AI പ്ലസ് BJ പ്ലസ് CK ആണ്. ഈ പ്ലെയിനിന്റെ വെക്ടർ എന്താ, ക്യാപിറ്റൽ AI പ്ലസ് ക്യാപിറ്റൽ BJ പ്ലസ് ക്യാപിറ്റൽ CK ആണ്. ഇത് രണ്ടും പെർപെൻഡിക്കുലർ ആണെങ്കിൽ അതിന്റെ ഡോട്ട് പ്രൊഡക്റ്റ് 0 വരും. A into A plus B into B plus C into C should be equal to 0. ഓപ്ഷൻ ഡി. 22ാമത്തെ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 2 പ്ലെയിൻ തന്നിട്ടുണ്ട്. ഈ പ്ലെയിനുകൾ എങ്ങനത്തെ പ്ലെയിൻ ആണെന്നാണ് കാണേണ്ടത്, അഥവാ പെർപെൻഡിക്കുലർ ആണോ പാരലൽ ആണോ എന്നൊക്കെയാണ് കാണേണ്ടത്. ഈ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടർ എന്താണ്, 2i plus 3j minus 6k ആണ്. ദെൻ ഈ പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടർ -2/7i -3/7j പ്ലസ് 6/7k ആണ് അല്ലേ? നോക്കിയാ ഈ വെക്ടറിനെ ഞാൻ -7 ആയിട്ട് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരിക, -7 ഇൻറ്റു ദിസ് വെക്ടർ -2/7i -3/7j പ്ലസ് 6/7k ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, ഇവിടെ 2i പ്ലസ് 3j മൈനസ് 6k അല്ലേ കിട്ടുക. ചുരുക്കം പറഞ്ഞാൽ ഈ വെക്ടറിനെ ഒരു സ്കേലാറിനേറ്റ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ഈ വെക്ടർ കിട്ടുന്നത്. അതായത് ഈ വെക്ടറും ഈ വെക്ടറും എന്താണ്, പാരലൽ വെക്ടറുകളാണ്. അപ്പോ ഈ 2 വെക്ടറും പാരലൽ ആണെന്നുണ്ടെങ്കിൽ ആ പ്ലെയിൻ എന്താകും, പാരലൽ ആകും. അപ്പൊ എന്താണ് 22ന്റെ ഓപ്ഷൻ എന്താണ്, ഓപ്ഷൻ ബി. ഇനി 24ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 24ാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞാൽ, നമുക്കൊരു ലൈൻ തന്നിട്ടുണ്ട്. ഈ ലൈനിന് പാരലൽ ആയിട്ടുള്ള പ്ലെയിനിന്റെ ഇക്വേഷൻ ആണ് കാണാൻ പറഞ്ഞത്. അഥവാ ഇതിൽ ഏത് പ്ലെയിൻ ആണ് ഈ ലൈനിന് പാരലൽ എന്നാണ് കാണേണ്ടത്. നോക്കിയാ ഇവിടെ പ്ലെയിനുകൾ ഏതൊക്കെ തന്നുള്ളത്, 3x plus 4y plus 5z equal to 7,
then 2x plus 3y plus 4z equal to 0, then x plus y minus z equal to 2 and 2x plus y minus 2z equal to 0. ഇതിന് നോർമൽ ആയിട്ടുള്ള വെക്ടർ വരിക 3i plus 4j plus 5k, 2i plus 3j plus 4k ആണ് ഇതിന് നോർമൽ ആയിട്ടുള്ള വെക്ടർ വരിക. ആൻഡ് തേർഡ് വണ്ണിന് നോർമൽ ആയിട്ടുള്ള വെക്ടർ അഥവാ n വെക്ടർ i plus j minus k, ആൻഡ് ലാസ്റ്റ് വണ്ണിനോ 2i plus j minus 2k ആണ് നോർമൽ ആയിട്ടുള്ള വെക്ടർ വരിക. ഇനി ഒരു പ്ലെയിനും ഒരു ലൈനും പാരലൽ ആണെന്ന് പറഞ്ഞാൽ അതിന്റെ വെക്ടേഴ്സ് എന്താകും? പെർപെൻഡിക്കുലർ ആവും. കാരണം ഇതിപ്പോ ലൈൻ ആണെന്ന് കൂട്ടുക, ലൈനിന്റെ വെക്ടർ എന്ന് പറഞ്ഞാൽ ലൈനിന്റെ പാരലൽ ആയിട്ടുള്ള വെക്ടറാ, പ്ലെയിനിന്റെ വെക്ടർ എന്ന് പറഞ്ഞാൽ പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടറാ. അപ്പൊ ലൈനും പ്ലെയിനും പാരലൽ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ വെക്ടറുകൾ എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോ ഇക്കെന്ത് പറയാം? ലൈനും പ്ലെയിനും പാരലൽ ആണെന്നുണ്ടെങ്കിൽ വെക്ടറുകൾ പെർപെൻഡിക്കുലർ ആയിരിക്കും, അഥവാ n ഡോട്ട് b വിൽ ബി 0. അപ്പോ ഇതില് ഡോട്ട് ചെയ്താൽ 0 വരുന്നത് ഏത് പ്ലെയിനിലാണെന്ന് നോക്കിയാൽ മതി. ഓഫ് കോഴ്സ് ഇതിന്റെ വെക്ടർ എന്ന് പറഞ്ഞാൽ ലൈനിന്റെ വെക്ടർ എന്ന് പറഞ്ഞാൽ 3i plus 4j plus 5k ആണ്. അതിനെ ഇതിന്റെ നോർമൽ വെക്ടറിലേക്ക് ഡോട്ട് ചെയ്താൽ 0 വരില്ല, ഇതിന്റെയും ഡോട്ട് ചെയ്ത 0 വരില്ല, ഇതിന്റെയും ഡോട്ട് ചെയ്ത 0 വരുന്നില്ല, ഇത് മാത്രം ഡോട്ട് ചെയ്ത 0 വരുന്നുള്ളൂ. അപ്പൊ ഇതിന് എന്താണ്? ഇതിനാണ് അത് പാരലൽ വരിക. നോക്കി അതിനായിട്ട് ഡോട്ട് ചെയ്ത് നോക്കാം. 3 × 2 6, 4 × 1 plus 4, 5 × -2 -10 സമം 0. അപ്പൊ ഇതിനായിട്ട് ഡോട്ട് ചെയ്യുമ്പോൾ മാത്രമേ 0 വരുന്നുള്ളൂ. അപ്പൊ ഏതാണ് ഓപ്ഷൻ വരിക? ഓപ്ഷൻ ഡി. ഇനി 20ഉം 25 നമുക്ക് സൂം ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ദെൻ അപ്പോ ഈ മെറ്റീരിയലിലുള്ള സകല ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് 20ാമത്തെ ക്വസ്റ്റ്യൻ, അഥവാ ഒരു ലൈനുമുള്ള ജനറൽ പോയിന്റ് എടുത്ത് കാണേണ്ട ആവശ്യമുള്ള ക്വസ്റ്റ്യനുകളാണ് ജെയ്ക്ക് ചോദിക്കുക. അപ്പോ ജെയ് മെയിനും ജെയ് അഡ്വാൻസിനും ചോദിച്ചാൽ കുറച്ച് നല്ല ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം? സൂം ക്ലാസ്സിൽ ലൈവായിട്ട് ഡിസ്കസ് ചെയ്യാം. അതാണ് ജെയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കൺസെപ്റ്റ് അതാണ്. ഇനി ഇങ്ങനത്തെ ഈ ഡിസ്കഷനിൽ വരുമ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും NCERT ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വരണം. കാരണം ക്രാഷ് എന്ന് പറയുമ്പോൾ നമുക്ക് ലിമിറ്റഡ് ടൈമേ ഉള്ളൂ. അപ്പൊ എന്ത് ചെയ്യാം? NCERT വൃത്തിക്ക് പഠിച്ചതിന് ശേഷം മാത്രം എന്ത് ചെയ്യാം? സൂം ക്ലാസ്സിലും കാര്യങ്ങൾക്കൊക്കെ വരിക. അങ്ങനത്തെവർക്ക് ഇത് മനസ്സിലാവുള്ളൂ, അല്ലാത്തവർക്ക് മനസ്സിലാവാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ സൂം ക്ലാസ്സിൽ വരുമ്പോൾ എന്ത് ചെയ്യാം? NCERT വൃത്തിക്ക് പഠിച്ചു വരിക, അത്ര മാത്രം ചെയ്താൽ മതി. ഓക്കെ.